ഈ പുഴയ്ക്കടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ മാറ്റി വെച്ച് തപ്പി വയ്ക്കാമല്ലോ. ഇന്ന് വന്നിരിക്കുന്നത് പുതിയ സ്പോട്ടിലാണ്. നമ്മൾ കുറേ നാളായിട്ട് ഈ സ്പോട്ടിലൊക്കെ വന്ന് കാശ് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് ഇവിടുന്ന് ഓരോ ഐറ്റങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തോ നമുക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഹെവി ഐറ്റങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെന്ന്. ഈ സ്പോട്ടിലോട്ട് അധികം ആളുകളൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹിഡൻ സ്പോട്ടാണ്. അത്യാവശ്യം നല്ല ചെളിയും നല്ല ആഴമുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്തൊക്കെയോ ചെളിയൊക്കെ കളിക്കാണ് നമ്മുടെ ഐറ്റം വരുന്നത്. എന്തോ ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇനി നമ്മുടെ മാറ്റ് മാത്രമാണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ അത്യാവശ്യം നല്ല പഴക്കമുള്ള എന്തോ ഒരു മെറ്റലിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. എന്തായിട്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് ഉപേക്ഷിച്ച ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതെന്തായിട്ടെന്ന്. ഇനി വല്ല ട്രാപ്പാണെന്നൊരു സംശയമുണ്ട്. വല്ല ഫിഷിംഗ് ട്രാപ്പോ അങ്ങനത്തെ ഐറ്റം എന്തെങ്കിലും ആണെന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഐറ്റം കണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പരിചയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അത്യാവശ്യം നല്ല പഴക്കവും നിറയെ തുരുമ്പോഴുള്ള ഒരു ഹെവി ഐറ്റമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. എന്താണെങ്കിലും ഈ ഹിഡൻ സ്പോട്ട് കൊള്ളാം. നമുക്കൊരു വെറൈറ്റി ഐറ്റം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഐറ്റത്തെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഹിഡൻ സ്പോട്ടുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആ സ്പോട്ടിലൊക്കെ നമുക്ക് വരാൻ പറ്റുന്ന പോലെ വരുന്നതായിരിക്കും. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഹിഡൻ സ്പോട്ടുകളാണ്. അധികം ആളുകളൊന്നും വരാത്ത സ്പോട്ടാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ആഴമുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊരു ഡെഡ് എൻഡാണ് വേണമെങ്കിൽ പറയാം. ഇത് കാരണം ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യത്തില്ല. കാരണം ഫുള്ള് വലിയ കാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോർണർ തിരഞ്ഞെടുത്തത്. ഇവിടെ എന്തെങ്കിലും ഹെവി ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ആഴമുള്ളൊരു സ്പോട്ടാണിത്. പിന്നെ നമുക്കിവിടെ നിൽക്കാൻ ഇച്ചിരി പാടാണ്. ഇതുപോലെ ചെളിയാണ് സൈഡിൽ. പുല്ലുകളിങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. മണ്ണാന്ന് ഉറച്ച് ചവിട്ടി കഴിഞ്ഞാൽ എപ്പോൾ വെള്ളത്തിൽ പോയി ചോദിച്ചാൽ മതി. അപ്പം നമുക്ക് എന്താ നോക്കാം. ഈ കാസ്റ്റിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. സ്ഥിരം കിട്ടുന്ന പോലെ കുറച്ച് മാവിൻ്റെ പൊടികൾ, പിന്നെ ഇതിലൊരു കല്ലുമുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല രീതിക്കുണ്ട് മാവിൻ്റെ പൊടികൾ. അപ്പോൾ എന്താണെങ്കിലും അത്യാവശ്യം നല്ല രൂപത്തോട്ട് നമ്മൾ പിന്നെയും കാസ്റ്റ് ചെയ്യാൻ പോകണം. ഈ കാസ്റ്റിംഗ് കൊണ്ട് നമ്മൾ നിർത്താൻ പോകുന്നില്ല. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ പോകാൻ പറ്റത്തില്ല. അവിടെ ഫുള്ള് കാടാണ്. ഇല്ലേ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് ഈ സൈഡിലോട്ട് കാസ്റ്റ് ചെയ്യായിരുന്നു. നമ്മൾ പതിയെയാണ് നമ്മുടെ മാറ്റ് തിരിച്ചു വയ്ക്കുന്നത്. കാരണം എന്തെങ്കിലും ഹെവി ഐറ്റങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മാറ്റിൽ ഹുക്കായാലോ, അതാണ് നമുക്ക് വേണ്ടത്. എന്തെങ്കിലും ഹിഡൻ ട്രഷർ അങ്ങനത്തെ ഐറ്റം ആണ് നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കാത്ത വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയാനും മറക്കല്ലേ. നമ്മുടെ ഐറ്റം എന്താണെങ്കിലും വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. എങ്കിലും നമുക്ക് എന്തോ ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്പ്രിങ് ആണ്. ഇത് കണ്ടിട്ട് എന്താ ഐറ്റം നടത്തില്ല. ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നിറയെ ചെളിയും നിറയെ തുരുമ്പും ഉള്ളൊരു ഐറ്റമാണ്. കണ്ടിട്ട് നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 10 കൊല്ലത്തെ പഴക്കമുള്ളൊരു ഐറ്റമാണ് നമുക്കിന്ന് ഇവിടുന്ന് കിട്ടിയത്. ഇതെന്താ ഐറ്റം എവിടെയെങ്കിലും കണ്ട് എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനും ഈ ഐറ്റം എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പിടിയും കിട്ടുന്നില്ല, ഓർമ്മ വരുന്നില്ല എന്താന്ന്. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.